എന്തൊരു പൊടിയാണോ, എന്തൊരു പൊടി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലൂട്ടിക്കടവ് കേട്ടോ. നമ്മൾ ഇവിടെ വരെ വന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ കണ്ടൽക്കാടൻ്റെ വീടെല്ലാം ചെയ്തത്. ആ അണ്ടർപാസ് അവിടെ നമ്മൾ റിട്ടേൺ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുല്ലൂട്ടിക്കടവ്. ഇവിടെ നിന്നും വർക്ക് കുറച്ച് നടക്കുന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പക്ഷേ ഇവിടുത്തെ കുറച്ച് കണ്ടൽക്കാടും കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പുല്ലൂട്ടിക്കടവ് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വർക്കൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ച് വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ എന്താ പറയണ്ടത്, അങ്ങനത്തെ ഒരു ഏരിയയാണ്. എന്നുവെച്ചാൽ ഒരു വെള്ളക്കെട്ടിലെ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് വർക്ക് നടക്കില്ലല്ലോ. ഇപ്പോൾ ഇത്രയും മണ്ണിട്ട് തന്നെ ഇപ്പം ഈ വർക്ക് നടക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് കുറ്റം പോരാൻ പറ്റില്ല. ഇനി ഇവിടെ ബ്രിഡ്ജ് വരുമെന്നറിയില്ല. ഇവിടെ മണ്ണിട്ട് പൊന്തിക്കലായിരിക്കും. പുല്ലൂട്ടിക്കടവ് അപ്പോൾ എൻ്റെ വീഡിയോ 7:30 കേട്ടോ. ഇപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോൻ്റെ ടൈം മാറിയിട്ടുണ്ട്. 7:30 വീഡിയോ. ഇവിടെ ഏത് കമ്പനിക്കാരാന്ന് വർക്ക് എടുക്കുന്നത് അറിയില്ല കേട്ടോ. അതിൽ ഫുള്ള് കണ്ടൽക്കാട് കേട്ടോ. നമ്മളെ കോട്ടക്കുന്ന് റീച്ചിലെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ കോട്ടക്കുന്നിൽ വരുന്ന അതേ ഫീലിംഗാണ് ഇങ്ങോട്ട് വരുമ്പോൾ. ഇത് പുല്ലൂട്ടിക്കടവ്. എന്നാലും അത്യാവശ്യം സ്പീഡിൽ നടക്കുന്നുണ്ട് വർക്ക്. ഞാൻ മഴയത്തൊക്കെ എടുത്ത അവസ്ഥ എന്താണെന്ന് പറയാനില്ല. വെള്ളം കയറി ഇവിടെ പണി തടസ്സപ്പെടുമോ എന്ന് പറയാനില്ല. നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം. വണ്ടിയിലങ്ങ് പോകുന്ന കാണുന്നുണ്ട്. അത് ചതപ്പ് നിലയായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വർക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല കേട്ടോ. അത് ഇവരമ്മ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് കമ്പനി ഏറ്റെടുക്കുന്ന വർക്കല്ലേ. ഇതിലൊരു ചെറിയൊരു സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. റോഡ് മുംബൈയിലെ റോഡാണെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. ഇങ്ങോട്ടൊരു അത്യാവശ്യം വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരിപ്പം മാപ്പിലടിച്ച് നോക്കേണ്ടി വരും, എന്താ എവിടെ എത്തിയതെന്ന്.
പുല്ലൂട്ടിക്കടവ്. ഈ സംഭവം കാണുന്നുണ്ട്, ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നില്ല, എങ്ങനെ ഒരു അത് തലാണ പോലത്തെ ഒരു സംഭവം വെച്ചിട്ട്, അത് ചതുപ്പ് നിലമായതുകൊണ്ട് അത് പ്രത്യേക ഒരു കെട്ടുപോലെ ആക്കിയിട്ട് ചെയ്യുന്ന പരിപാടി. അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് വരൽ. എന്ന് വെച്ചാൽ വേറൊന്നും സംഭവിക്കില്ല, വെള്ളം കയറിയാലും അങ്ങനെ കാണില്ല, കെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് വരുന്നത് കേട്ടോ. ഈ ചതുപ്പ് പ്രദേശത്തിൽ അങ്ങനെയാണ് വർക്ക് നടക്കുന്നത്. നമ്മൾ സാധാ റോഡുമ്മിലാണെങ്കിൽ, സാധാ ഭൂമിയിലാണെങ്കിൽ നമുക്ക് നേരെ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഉപ്പും വെള്ളം കയറുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നിട്ടാണ്. കാണുന്നുണ്ടോ ചുറ്റും ഒരു പാക്കിങ് കയറ്റി അതിൻ്റെ ഉള്ള കോൺക്രീറ്റ് ഇട്ടാണ്. ഈ സ്ഥലം എവിടെയാണെന്നറിയില്ല, ഞാൻ ഒന്നും മാപ്പിൽ അടിച്ചു നോക്കട്ടെ, ലൊക്കേഷൻ അടിച്ചാൽ കിട്ടുമല്ലോ. ഇതാ ഞാൻ പറഞ്ഞ സാധനം കേട്ടോ, അവർ സൈഡിന് കെട്ടുന്ന ഒരു തുണി പോലത്തെ സംഭവമില്ലേ, അതാ ഇതിട്ടാ ഇവിടെ കൊണ്ട് നിറച്ചിട്ടുണ്ട്. എന്താ ഇത് തുണി തന്നെ ഇട്ടത്, വാട്ടർ ഇതിൻ്റെ തുണിയാണ്. ഇതിലാണ് ആ കോൺക്രീറ്റ് മിക്സ് ആക്കിയിട്ട് അതിന് മുകളിലിടുന്നത്. അത് വെള്ളം തട്ടിയൊന്നും ആവില്ലെന്ന് തോന്നുന്നു, കൊണ്ട് നിറച്ചിട്ടുണ്ട് ഇവിടെ. ഇത് പിന്നെ നെറ്റ് ഇപ്പോൾ പുല്ലൂട്ടിക്കടവിൽ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും വരെ വർക്ക് നടന്നു. ഇവിടെ നെറ്റ് പിരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്നും സംഭവം അറിയില്ല, അതിന് കട്ട് ചെയ്ത് എടുക്കാനായിരിക്കും അങ്ങനെ പിരിച്ചു വെച്ചത്. പുല്ലൂട്ടിക്കടവ് ഓട്ടക്കാരൻ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം മടങ്ങി ഇങ്ങോട്ട് വന്നു, കുറേ ഇങ്ങ് എത്തിയിട്ടാണ് ഞാൻ. പിന്നെ പോകുമ്പോൾ കാഴ്ച തന്നെ കണ്ടിട്ടതിന് കാര്യമില്ലല്ലോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പോൾ കണ്ണൂർ ഏകദേശം നമ്മളെ ദേശീയപാതേൻ്റെ വീഡിയോ ഏകദേശം പൂർത്തിയായി എന്ന് പറയാം. ഇനി റോഡ് നമുക്ക് ഫുള്ളായിട്ടാകുമ്പോൾ മറ്റ് ഓരോരോ ഭാഗങ്ങൾ ചെയ്യാൻ തോന്നുന്നു.
അപ്പോൾ വീഡിയോയുടെ വേണ്ടിപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അങ്ങോട്ടേത് സ്ഥലം നോക്കി നോക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യാതെ, ഏത് സ്ഥലം എന്നറിയില്ല. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടോ. അങ്ങോട്ട് നല്ല കണ്ടൽക്കാടിൻ്റെ ഒരു പാലം കാണുന്നുണ്ട്, പോയി നോക്കാം നമുക്ക്. ഓക്കെ.